السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള ശറഹുൽ ഹംസയിലെ 10ാമത്തെ ക്ലാസ്, 3ാമത്തെ ബൈത്ത് ചർച്ച. ഇന്നമാ മസ്സലു സിഫാതിക ലിന്നാസി കമാ മസ്സലൻ നുജൂമൽ മാഉ. ഇന്നമാ മസ്സലു, നിശ്ചയമായിട്ടും അമ്പിയാക്കൾ, മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കൾ അല്ലെങ്കിൽ നബിയെ വർണ്ണിക്കുന്ന ആളുകൾ, അവരെല്ലാവരും രൂപപ്പെടുത്തി സിഫാതിക, നബിയെ അങ്ങയുടെ വിശേഷണങ്ങളെ. ആർക്ക്? ലിന്നാസി, ജനങ്ങൾക്ക്. പ്രവാചകന്മാരാണെങ്കിൽ അവരുടെ സമുദായത്തിന്. ഏതുപോലെ? കമാ മസ്സലൻ നുജൂമൽ മാഉ, വെള്ളം നക്ഷത്രങ്ങളെ രൂപപ്പെടുത്തിയതായ രീതിയിൽ, അതുപോലെയാണ് ജനങ്ങൾക്ക് അങ്ങയുടെ വിശേഷണങ്ങളെ അമ്പിയാക്കളോ അല്ലെങ്കിൽ വർണ്ണിക്കുന്നവരോ രൂപപ്പെടുത്തി കൊടുത്തത് എന്നാണ്. അപ്പൊ അങ്ങയുടെ രൂപങ്ങൾ, വിശേഷണങ്ങൾ മാത്രമാണ് അവർ രൂപപ്പെടുത്തി കൊടുത്തത്, ഹഖീഖത്തല്ല. വെള്ളത്തിൽ കാണുന്ന നക്ഷത്രത്തിന്റെ രൂപമല്ലേ അറിയുള്ളൂ, ഹഖീഖത്ത് അറിയില്ലല്ലോ എന്നതുപോലെ എന്നാണ് അതിന്റെ സാരാംശം. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് ഇവിടെ നാദിമ് കൊണ്ടുവന്ന തലക്കത്തന്നെ ഇന്നമാ എന്നൊരു ഹസറിന്റെ ഹർഫുണ്ട് ഇവിടെ. ആ ഹർഫിനെ കുറിച്ച് പറയട്ടെ. ഇന്നമയാകുന്നത് ലിൽ ഹസ്രി, അത് ഹസറിനുള്ളതാണ്. ഇന്ദൽ ജംഹൂരി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അടുക്കൽ ഇന്നമ എന്ന് പറയുന്നത് ഹസറിനുള്ളതാണ്. ഹസറിനുള്ളതാകുമ്പോൾ ഏതുകൊണ്ടാണ് ഇതിൽ ഹസർ ചെയ്യുക? അതിൽ അഭിപ്രായമുണ്ട്. ഖീല ബിൽ മന്ദൂഖി, ഇവിടെ മൊഴിയപ്പെട്ടത് ഏതോ അതിനെയാണ് ഹസർ ചെയ്യുക എന്ന്. വക്കീല, വേറെ അഭിപ്രായം പറയുന്നത്, അഭിപ്രായത്തിൽ കാണുന്നത് ബിൽ മഫ്ഹൂമി, മന്ദൂഖല്ല മാനയാണ്. ഇന്നമ മസ്സലു സിഫാതീക എന്ന് പറഞ്ഞോടത്ത് മന്ദൂഖ് ഭേദാണ്. ഇന്നമാ മസ്സലു സിഫാത്തികതല മന്ദൂഖല്ലേ. അങ്ങനെ അതിനെയാണ് എന്ത് ചെയ്തത്? ഹസർ ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇതിന് കിട്ടുന്നൊരു മാനയുണ്ട്. ആ മാനയാണ് എന്ത് ചെയ്യുന്നത്? ഹസർ ചെയ്യുന്ന അഭിപ്രായമുണ്ട്. അപ്പൊ നബിയുടെ വിശേഷണങ്ങളെ അമ്പിയാക്കൾ എന്തായി രൂപപ്പെടുത്തി, അവ വിശേഷണം മാത്രമാണ് രൂപപ്പെടുത്തി കൊടുത്തത് എന്നതാ. ഞാൻ ഇത് കിട്ടുന്ന മാനെന്താ നോക്കിയാല്, നബിയുടെ ഹഖീഖത്ത്, ആ സിഫത്തിന്റെ ഹഖീഖത്തുകളെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഹഖീഖത്ത് ഒഴിവാക്കി സിഫത്തുകൾ മാത്രമാണ് അവർ രൂപപ്പെടുത്തി കൊടുത്തത്. എന്താവട്ടെ, മഫ്ഹൂമ് മന്ദൂഖ് ഇങ്ങനെയാണ് ഹസ്ർ എന്ന അഭിപ്രായമുണ്ട്. വയുഖാലുഹു, ഇന്നമ എന്നതിന് പറയപ്പെടാം ഹസ്ർ എന്ന് പറയപ്പെടുന്നത് പോലെ അൽ ഇഖ്തിസാസ് വൽ ഖസ്ർ എന്നൊക്കെ പറയാം. ഇഖ്തിസാസും ഖസ്റും എന്ന് ഒരുമിച്ച് പറയാൻ പറ്റുക തന്നെ ആർക്കെതിരായിട്ടാ? ഖിലാഫൻ ലിമൻ ഫറഖ. ഇഖ്തിസാസ്, ഖസ്ർ, ഇതിനെ ഫർഖാക്കി പറഞ്ഞ ആൾക്കാർക്ക് എതിരായിട്ട്. ഓലടുക്കൽ രണ്ടും രണ്ടാണ്. വഹുവ, ആ ഫർഖാക്കി പറഞ്ഞവർ ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇന്നമ വന്നത് എന്തിനാണ്? തഖ്സീസു അംരിൻ ബി ആഖറ ബി ത്വരീഖിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേകമായ വഴിയിലൂടെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കാനുള്ളതാണ് ഇന്നമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഖസ്റും ഇഖ്തിസാസും രണ്ടാണ്. അത് ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഒരുപോലെ ആവും. അൻഹു, ഈ ഇന്നമ എന്നതിനെ തൊട്ട് ഇബാറത്ത് പറയാൻ പറ്റും. ഐദൻ, വീണ്ടും. ഇവിടെ ഹസ്ർ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? ബി അന്നഹു, ഈ ഇന്നമ എന്നുള്ളത് ഇസ്ബാത്തുൽ ഹുക്മിൽ മദ്കൂരി, ഇവിടെ എന്താണോ പറയപ്പെട്ടത് ആ പറയപ്പെട്ടതിന് വിധിയെ സ്ഥിരപ്പെടുത്തുക. വനബീഹു അമ്മ സിവാഹു, ഇവിടെ പറയപ്പെടാത്തത് എന്തുണ്ടോ അതിനെ തൊട്ട് നബി ചെയ്യാനും കൂടി ഉള്ളതാണ് ഈ ഇന്നമ. അവിടെ സിഫാത്താണ് പറയപ്പെട്ടത്, അതിനാണ് ഇസ്ബാത്ത്. അപ്പൊ ഇവിടെ രൂപപ്പെടുത്തി കൊടുത്ത സിഫത്താണ്. പിന്നെന്തല്ല, സിഫത്ത് അല്ലാത്തതിനെ അവിടെ രൂപപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പൊ അല്ലാത്തത് നബി ചെയ്തു. ഇവിടെ പറഞ്ഞത് സിഫാത്ത്, അതിന് ആ ഹുക്മിനെ തസ്വീബ് എന്ന് പറഞ്ഞതിനെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. അതിനാണ് ഇന്നമ എന്ന്. വയങ്കശിമോ, ഈ ഇന്നമ എന്ന് പറയുന്നത് ഓഹരി സിദ്ധിക്കും. ഇന്നമ ഹസറിനാന്ന് വെച്ചു. ഇഖ്തിസാസ് ആവട്ടെ ഖസ്റാവട്ടെ, അത് ഓഹരിയാവും.
ഇലാ ഖസ്റിൽ മൗസൂഫി അല സിഫത്തി, മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ഖസ്ർ ചെയ്യാം, മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ചുരുക്കുക. അങ്ങനെയും വരാം. വ അക്സി, അതിന്റെ നേരെ അക്സിലേക്കും പോകും. എന്ന് പറഞ്ഞാൽ മൗസൂഫിന്റെ മേൽ സിഫത്തിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഖസ്ർ ചെയ്യുക. ഈ രൂപത്തിലൊക്കെ വരും. ഓ കുല്ലുൻ, ഇങ്ങനെ വരുമ്പോൾ അതായത് സിഫത്തിന്റെ മേൽ മൗസൂഫിനെയോ മൗസൂഫിന്റെ മേൽ സിഫത്തിനെയോ ഖസ്ർ ചെയ്യുക. ഈ വരുന്ന എല്ലാം ഇമ്മ ഹഖീഖിയൻ, ഒന്നിരിക്കൽ ആ ഹസ്ർ എന്താവും ഹഖീഖിയാവാം. വ ഇമ്മ മജാസിയൻ, ഒന്നിരിക്കൽ മജാസിയായിട്ട് വരും. ഇത് രണ്ടുണ്ടാവും. അപ്പോൾ ഹഖീഖിയൻ ഉദാഹരണം നഹ്വ മാ സൈദുൻ ഇല്ലാ കാത്തിബുൻ, മാ സൈദുൻ സൈദ് അല്ല, ഇല്ലാ കാത്തിബുൻ എഴുതുന്ന ആൾ അല്ലാതെയല്ല. അപ്പോ അതിന്റെ അർത്ഥം എന്തായി, അയില്ലാ സിഫത്തലോ വൈറുദാലിക്ക, സൈദ് എന്ന് പറയുന്ന മൗസൂഫിന് കിതാബത്തി എന്ന് പറയുന്നത് അല്ലാത്ത മറ്റൊരു സിഫത്തില്ല. അപ്പൊ സൈദ് പാട്ടുകാരനല്ല, പിന്നെന്തല്ല വയലുകാരനല്ല, ഒന്നുമല്ല, വെറും എഴുത്തുകാരനാണ് എന്നായി. അപ്പൊ സൈദിനെന്താ, സൈദ് എന്ത് മാത്രമാണ്, കിതാബത്തുള്ളവൻ മാത്രമാണ് എന്നാ. അപ്പൊ സിഫത്തിന്റെ മേൽ ഖസ്റാക്കി സൈദിനെ. ഇത് ഹഖീഖിയുമാണ്, യഥാർത്ഥത്തിലുള്ളത് അങ്ങനെ തന്നെയാണ്, അവിടെ മജാസിയല്ല. ഒഹുവ, വാസ്തവത്തിൽ ഈ സൈദിന് കിതാബത്തി എന്ന് പറയുന്ന സിഫത്തല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ കൽ മുഹാൽ, അത് അസംഭവമായതുപോലെ, മുഹാലല്ല മുഹാൽ ആയതുപോലെയാണ്. എങ്ങനെ മുഹാൽ ആയതെന്ന് വെച്ചാൽ സിഫത്തിൻ വാഹിദത്തിൻ ഫഖത്ത്, ഈ മൗസൂഫ് എന്താവുക, ഒരൊറ്റ സിഫത്ത്, ആ ഒരൊറ്റ സിഫത്തിന്റെ ദാത്തിന് മാത്രം ആവുക സൈദ് എന്ന് പറയുന്ന മൗസൂഫ്, അങ്ങനെ ആവുക എന്നുള്ള വിതരല്ലേ, അത് പ്രയാസല്ലേ. അതല്ലാത്തിനൊക്കെ സൈദായിക്കൂടെ, സൈദ് എന്ന് പറഞ്ഞ മൗസൂഫ്. അപ്പൊ മൗസൂഫ് ഒരൊറ്റ സിഫത്തിന്റെ ദാത്തിനായി വരിക എന്നുള്ള പ്രയാസമാണ്, വാറിലൊക്കെ ആവാനോ. അപ്പൊ അതുകൊണ്ട് മുഹാല് പോലെയാണ് എന്നാ പറഞ്ഞത്. അതാണ്ട വലം യഖഉ മിൻഹു ശൈഉൻ ബിൽ ഖുർആനി, വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരൊറ്റ സിഫത്തിന് മാത്രമായിട്ടൊരു മൗസൂഫ് എന്നൊന്നും കാണാനുമില്ല. അപ്പൊ ആ വിഷയം അവിടെ തീർന്നു. അപ്പൊ ഹഖീഖിയായിരിക്കും. ഇനി വൽ മജാസിയോ, മജാസിക്ക് ഉദാഹരണം നഹു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി അല്ല, ഇല്ലാ റസൂൽ, റസൂല് മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ റസൂല് മാത്രമാണ്. ഐ മഖ്സൂർ അല റിസാലത്തി, അപ്പൊ നബിയെ റിസാലത്തിന്റെ മേല് ചുരുക്കി, മൗസൂഫിനെ റിസാലത്തിന്റെ മേല് ചുരുക്കി. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, ലാ യതഅദ്ദാഹ, ആ റിസാലത്തിനെയും വിട്ട് നബിതങ്ങൾ എന്താവൂല, വിട്ടുപോവുകയില്ല. എവിടേക്ക്, ഇല തബർരി മിനൽ മൗത്തി, മരിക്കൽ, മരണത്തെ തൊട്ട് ഒഴിവാകുക, മരിക്കലില്ല എന്നതിലേക്ക് പോകൂല. മരിക്കും, മരിക്കാത്ത ആളല്ല. അപ്പൊ അതാണ് മരണത്തെ വിട്ട് ഒഴിയുക എന്നതിലേക്ക് റിസാലത്ത് എന്ന് പറയുന്ന സിഫത്തിനെയും വിട്ട് മുഹമ്മദ് നബി എന്ന് പറയുന്ന മൗസൂഫ് വിട്ടുപോകൂല. അല്ലത് എങ്ങനത്തെ മൗത്ത്, ഇസ്തഅലമൂഹു, ആ മരണത്തെ അവർ വണ്ണമായി കണ്ടു, ദഹൂലൻ, ഭയന്ന് പേടിച്ചിട്ട്, അൻ കൗനിഹി, ആ മരണം ആയിരിക്കലിനെ തൊട്ടുക, അതെന്താണ്, മിൻ ഷൈനിൽ ഇലാഹി, പടച്ച റബ്ബിന്റെ കാര്യത്തിലാണ് ഈ മരണം സംഭവിക്കാൻ പാടില്ലല്ലോ. അല്ലാഹു തആലാന്റെ കാര്യം ഇലാഹില് ഈ മരണം സംഭവിക്കുക എന്നതിനെ തൊട്ട് ഭയന്നവരായിട്ട് വണ്ണമായി കണ്ടതാണ് ഈ മരണം. അങ്ങനത്തെ ഒരു മരണത്തെയും വിട്ടുകൊണ്ട് എന്താവുക, ഒഴിഞ്ഞു നിൽക്കുക, അവ മരിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങൂല എന്നാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് പറഞ്ഞൊരർത്ഥം. അവ യഥാർത്ഥത്തിൽ നബി മരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെന്താണ്, നബിതങ്ങൾ റിസാലത്ത് മാത്രം ഉള്ള ആളെന്ന് പറഞ്ഞാൽ ആ റിസാലത്ത് ഉള്ള ആളാണ് നബി, മരിക്കാത്ത ആളല്ല എന്നതിനർത്ഥം. അതൊരു മജാസിയായിക്ക് ഉദാഹരണം കൊടുത്തതാണ്. അപ്പൊ നബി ഇലാഹല്ല എന്ന് വരുത്തി തീർക്കുക, ഇലാഹാണെന്ന് വിചാരിച്ചവരുണ്ട്, അത് ശരിയല്ലല്ലോ. അങ്കറ കൗമുൻ, ഒരു കൗം ഇവിടെ നിഷേധിച്ചിട്ടുണ്ട്, ഇഫാദത്ത് ഇന്നമ ലഹു, ഇന്നമ എന്നത് ഹസന് മനസ്സിലാക്കി തരും എന്നതിനെ നിഷേധിച്ചു. അങ്ങനെയല്ലാന്ന് അവ തെരിതു അലയും ആയാത്തും കസീറത്തും, എന്നാൽ ഈ കൗമിന് എതിരായിക്കൊണ്ട് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുമുണ്ട്. ഇവര് പറഞ്ഞത് ഇന്നമ അസറിനെ മനസ്സിലാക്കി തരില്ല എന്നല്ലേ.
അതിനെതിരായിക്കൊണ്ട് അവർക്കെതിരെ ഒരുപാട് ആയത്ത് വന്നിട്ടുണ്ട്. നാവു ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി ഇന്നമാ യഅതീകും ബിഹില്ല. ഇതൊക്കെ ഇപ്പൊ എന്താ ഇവിടെ ഹസറുണ്ട്, ഇവിടെ ഹസറിന് വേണ്ടി വന്നതാണ്. ഇതൊക്കെ ഹസറിനെ മനസ്സിലാക്കി തന്നതാണ്. ഇത് ആയത്തിലുണ്ട് താനും. അപ്പൊ ഹസറിനെ മനസ്സിലാക്കി തന്നെ നിഷേധിച്ചവർക്കെതിരല്ലേ ഇത്? അങ്ങനെ കൂട്ടർ നിഷേധിച്ചു. അതിനെതിരെ ഖുർആനായത്തും ഉദ്ധരിച്ചു കൊടുത്തു. വഅല, നീ ഒന്ന് മനസ്സിലാക്കണം, അന്നൽ മഹസൂറ ഫീഹി, ഇന്നമ കൊണ്ട് ഹസറുണ്ട് എന്ന് ഉറപ്പിച്ചു വെച്ച് നമ്മൾ ജുംഹൂർ അങ്ങനെയാണ്. ഹസറുണ്ടെന്ന് വന്നാൽ ഇന്നമ കൊണ്ടുള്ള മഹസൂർ ഫീ ഏതായിരിക്കും? ആ ഇന്നമനെ തൊട്ടടുത്തുള്ളതാണോ അവസാനത്തതാണോ? വൽ അഖീറു, അത് അവസാനത്തതായിരിക്കും. അപ്പൊ ഇന്നമന്റെ താലിലുള്ളതായിരിക്കും. അപ്പൊ ഇന്നമാ മസലു അംബിയാക്കൾ നിശ്ചയം എന്തായി? തസ്വീർ രൂപപ്പെടുത്തി തന്നു, സിഫാത്തിക്ക അങ്ങയുടെ സിഫത്തുകൾ മാത്രം എന്നായി. ഇങ്ങനെ അവസാനത്തതിലാണ് മഹസൂർ ഫീ വരിക. ഒമിൻ സമ്മ, അവസാനത്തതാണ് മഹസൂർ ഫീ ആവുക എന്ന കാരണം കൊണ്ട് കാന മഫാദു ഇന്നമ കാമ സെയ്ദ്, നിശ്ചയമായിട്ടും സെയ്ദ് നിന്നു. അപ്പൊ നിന്ന ആൾ ആരാണ്? സെയ്ദ് മാത്രമാണ് എന്നല്ലേ? ഈ ഇന്നമ കാമ സെയ്ദുൻ എന്ന് പറഞ്ഞ ഈ കലാമ് മനസ്സിലാക്കി തരുന്നത് ആയി. എന്തായി? ഇസ്ബാത്തുൽ ഖിയാമി, ഖിയാമ് എന്നതിനെ ലി സെയ്ദിൻ, സെയ്ദിന് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതാവുകയും പിന്നെന്തായി? വനഫിയഹു, ആ ഖിയാമിനെ നഫി ചെയ്യലിനായി അൻ ഗൈരിഹി, സെയ്ദ് അല്ലാത്തതിനെ തൊട്ട്. അപ്പൊ നിന്നാള് സെയ്ദ് മാത്രമാണ് കിട്ടി, വേറെ അവിടെ നിന്നിട്ടില്ല എന്നായി അർത്ഥം. ഇന്നമ സെയ്ദുൻ ഖായിമുൻ, ഇന്നമ സെയ്ദുൻ ഖായിമുൻ, സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇസ്ബാത്തുഹു, ഇവിടെ സെയ്ദ് എന്നതുണ്ടല്ലോ ആ മൗസൂഫ്, ആ മൗസൂഫിന് എന്താക്കാന്നറിയാമോ? സ്ഥിരപ്പെടുത്തുകയാണ് ലഹു എന്ന് ഖായിമിന്. അപ്പൊ ഖായിമി എന്ന് പറയുന്ന സിഫത്തിന് ഇസ്ബാത്താണ്, സെയ്ദ് എന്ന് പറഞ്ഞ മൗസൂഫിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെന്താണ്? വനഫിയു ഗൈരിഹി അൻഹു, ഖിയാം അല്ലാത്ത ഏതെല്ലാം വസ്ഫുണ്ടോ അത് തൊട്ട് മൗസൂഫ സെയ്ദിനെ തൊട്ട് നഫിയും ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിലാക്കി തരുന്നു. ആദ്യം പറഞ്ഞിടത്ത് എന്താകും? ഖിയാം സെയ്ദിന് കൊടുക്കുമ്പോൾ ഖിയാം എന്ന് പറയുന്ന സിഫത്തിനെ മൗസൂഫിന്റെ മേലിൽ കസ്റാക്കുന്നു. ഇവിടെ മൗസൂഫിനെ എന്ത് ചെയ്യുന്നു? സിഫത്തിന്റെ മേൽ കസ്റാക്കുന്നു. ഇങ്ങനെയാണ് ഉദാഹരണങ്ങൾ. ഇനി മസ്തരു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാ? ഐ സൗവറൽ അംബിയാഉ, അംബിയാക്ക് രൂപപ്പെടുത്തി എന്ന, അല്ലെങ്കിൽ അമീർ അവൽ വാസിഫൂനാലി ഷമാഇലിക, നബിയുടെ വിശേഷണങ്ങളെ വർണ്ണിക്കുന്ന ആളുകൾ രൂപപ്പെടുത്തി, രണ്ടും ആക്കാം. വഹുവൽ അഖറബു, ഈ വാസിഫൂന എന്ന് പറയലാണ് ഏറ്റവും അടുത്തത്. വഇല്ലം യജിരി ലഹു ദിക്റുൻ, അതിനെക്കുറിച്ചുള്ള പറച്ചില് മുമ്പുള്ള വേത്തുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇവിടെ അഖറബ് അംബിയാക്കളെ മാറ്റിയിട്ട് ലമീർ വാസിഫിലേക്ക് ആക്കുകയാണ് നല്ലത്. കാരണം അന്നഹു മഅലൂമുൻ, അത് അറിയപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അലാഹദ്ദി അത്താ ദവാറത്ത് ബിൽ ഹിജാബിന്ന് ഒരായത്ത് കാണും. അത് ആരെ ആസ്പദപ്പെടുത്തിയാണോ ആയത്ത് അവിടെ ഇറങ്ങിയതെങ്കിലും അവിടെ അതാണ് എങ്കിലും അടുത്തത് എന്താണ് ഏറ്റവും പായിലായി വരാൻ നല്ലത്? എല്ലാ സ്ത്രീകളും തന്നെയാണല്ലോ അവിടെ ഉള്ളത് എന്നൊരു അതിർത്തിക്കനുസരിച്ച് കൊണ്ട് തന്നെയാണ് മസ്തരു നിന്നടുത്ത് അമ്പിയാക്കളെ കുറ്റി പറഞ്ഞെങ്കിലും അഖറ വാസിഫൂന എന്നതാവലാണ് എന്നാണ്. ഇനി സിഫാത്തിക്ക അതിലോർത്തുള്ള വ്യാഖ്യാനം പറയാനുള്ളത് ജമ്മു സിഫത്തിൻ, സിഫത്തിന്റെ ജമ്മാണ് സിഫാത്തിക്ക. വഹിയ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? മാദല്ലാല മഅനൻ സായിദിൻ അല ദാത്തി, ദാത്തിനേക്കാൾ ദാത്താവേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ദാത്തിനേക്കാൾ കൂടുതലായി വരുന്നൊരു അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നതിനെ കൊണ്ടൊക്കെ എന്ത് പറയാം? സിഫത്ത് എന്ന് പറയാം. ഈ സിഫത്ത് മഹസൂസുൻ, കാണപ്പെടുന്നതായിട്ടുണ്ട്. കൽ അബിയൽ, അബിയൽ പോലെ വെളുപ്പ്, അഹ്മർ, അസ്വദ്, അസ്ഫർ ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മഹസൂസായ സിഫത്തുകൾ. അങ്ങനെ വരാൻ സിഫത്ത്. അല്ലെങ്കിൽ ഔ മഅഖൂലുൻ, ഒന്നിരിക്കൽ കാണാൻ കഴിയൂല, ഖൽബിലുണ്ടായിരിക്കും. അത് അഖലാണ്, അഖൽ കൊണ്ട് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു സിഫത്തുണ്ട്. അത് കൽ ആലിമി, സെയ്ദ് ആലിമ എന്ന് പറയുമ്പോൾ ഇൽമി എന്ന് പറഞ്ഞ സിഫത്ത് സെയ്ദിലുണ്ടെന്ന് കാണാൻ കഴിയുന്നതല്ല, അത് അഖൽ കൊണ്ട് മനസ്സിലാക്കലാണ്. പിന്നുള്ളത് ലിന്നാസി എന്ന് പറഞ്ഞു. ലിന്നാസി എന്നുള്ളത് എന്തെന്ന് പോകുന്നതാണ്? മിനൽ ഉൻസി, ഉൻസിൽ നിന്ന് പോകുന്നതാണ് ലിന്നാസ്. അങ്ങനെ വരുമ്പോൾ യഖ്തസുബി ബനി ആദമ, അത് മനുഷ്യന്മാരെ കൊണ്ട് മാത്രമായി നിൽക്കുന്ന ഒന്ന നാസി എന്ന് പറയുമ്പോൾ ഉൻസിന്ന് പോരുമ്പോ. ഇനി ഫാസിലുഹു, നാസി എന്നതിന്റെ അടിസ്ഥാനം അൽ ഉനാസ്, ഉനാസ് എന്നാകുന്നു.
ഹുദിബത്ത് ഹംസത്തുഹു നാസില് ഉനാസ് എന്ന് ആകുമ്പോ ഹംസയെ കളഞ്ഞു. ഹംസയെ കളഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? തഖഫീഫൻ, അതിൽ ലഘൂകരണത്തിന് വേണ്ടി കളഞ്ഞതാണ്. അല്ലാതെ ലാലി തഅ്വീലി അൽ അൻഹ, ഹംസയെ കളഞ്ഞിട്ട് അതിന് പകരം അലിഫ്ലാമിനെ കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്തതല്ല. അങ്ങനല്ല എന്ന് പറയാൻ കാരണം ഹംസയേക്കാൾ തഖ്ഫീഫനാണ് താനും. ഹംസയെ കളഞ്ഞിട്ട് അതിന് പകരം അൽ എന്ന അലിഫ്ലാം അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ലിൽ ജംഇ ബൈനഹുമ, ഹംസക്കിടയിലും അലിഫ്ലാമിന്റെ ഇടയിലും രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് തഅ്വീലിന് അല്ല ഹംസയെ കളഞ്ഞത്, പിന്നെന്താ തഖ്ഫീഫിന് വേണ്ടി കളഞ്ഞതാണെന്ന് പറയാൻ കാരണം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇനി എന്തെന്ന് കൊടുക്കാം, ഇതിന്റെ മുസ്തഖിമിന്നു ഉൻസെന്നാകാതെ നവസ എന്ന് പറയുന്ന സംഗതി. ഔമിൻ നവസ ഇതാ തഹറക്ക, അർക്കത്തുടയാവുകയാണെങ്കിൽ നവസ, അതിന്ന് വരുത്താം. അതിന്ന് നാസ് വരുമ്പോൾ എന്താവുക, യഉമ്മുൽ ജിന്ന, അപ്പൊ ജിന്നിനെ ഉൾപ്പെടുത്തും. നാസിനെ മനുഷ്യനെ ഉൾപ്പെടുത്തിയതുപോലെ ജിന്നും. അപ്പൊ ഇൻസ് ജിന്നും പറയാൻ പറ്റുന്നതാണ് നാസ്. എന്തിനാവുമ്പോ നവസയിൽ നിന്നാവുമ്പോ. ഉൻസിൽ നിന്നാവുമ്പോഴോ ഇൻസാനെ മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ. കഥാകീല അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. വല്ലദീഫിൽ ഖാമൂസ്, ഖാമൂസിലുള്ളത് അന്നാസു യകൂനു മിനൽ ഇൻസി വ മിനൽ ജിന്നി, ജിന്നി ഇൻസ് എന്നതെന്ന് നാസ് വരും എന്നതാണ്. അപ്പൊ എന്താകും ഈ നാസ്? ജംഉ ഉൻസിൻ, അത് അനസി എന്നതിന്റെ ജമ്മായി മാറും. അസ്ലുഹു, അങ്ങനെ വരുമ്പോൾ നാസിന്റെ അസ്ല് എന്താകും? അനാസ് എന്നാകും. അനാസിന്റെ ജമ്മായിട്ട് നാസ് വരും. അങ്ങനെ ഹംസനെ കളഞ്ഞൊക്കെ ചേരും. ജമ്മു അസീസിൻ, ഇത് വളരെ കുറഞ്ഞ ഒരു ജമ്മാണ്. ഉദ്ഖില അലൈഹി അൽ, ആ ജമ്മിന്റെ മേൽ അലിഫ്ലാമിനെ കടത്തപ്പെടും ചെയ്തു. അങ്ങനെ അലിഫ്ലാമിനെ കടത്തിയിട്ടുള്ള ഒരു കുറഞ്ഞ ജമ്മായിട്ട് നിൽക്കുന്ന ഒന്നാണ് നാസ് എന്ന് പറയുന്നത്. സുമ്മഖാല, പിന്നെ കാമൂസിൽ കാണാം അറബിയിൽ പറഞ്ഞതായിട്ട് വ നാസുൽ ഇബിലി എന്ന് പറയും. വ നാസുൽ ഇബിലി എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? സാഖുഹ, ഒട്ടകത്തെ തൊളിക്കുന്നതാണെന്ന്. അനാസു എന്ന് പറയും, ഒട്ടകത്തെ അനാസാക്കുക എന്ന് പറഞ്ഞാൽ അറക്കുക, അരക്കി എന്നും പറയാം. ഇങ്ങനെയൊക്കെ അർത്ഥത്തിന് വരുന്നതാണ് നാസ്. അപ്പോ ജിന്ന് ഇൻസാനെ ഉൾപ്പെടുത്തുന്ന രീതിയിലും ഇൻസാനെ മാത്രം ഉൾപ്പെടുത്തുന്ന രീതിയിലും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ മുസ്തഖിം മിന്നു മറ്റൊരു രൂപത്തിലും വരാമെന്ന് ഇങ്ങനെ 3 രൂപത്തിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ബൈത്തിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നിൽക്കുന്നത് കമാ മസലൻ നുജൂമൽ മാഉ എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിൽ വല്ല ന്യൂനതകളും അപാകതകളും ചൂണ്ടിക്കാണിക്കുക, തിരുത്തുക. അല്ലാഹു ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.